ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 27th എനിക്ക് എന്തായാലും വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും വീഡിയോ എടുത്തു വെക്കണം എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ച വീഡിയോ എനിക്കത് ആ ഫ്രൈഡേ തന്നെ എനിക്ക് ഇടാൻ പറ്റിയതിൽ, അതായത് വെരി നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന് ഇടാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഇങ്ങനെ പുറത്തു പോയി, ഇന്നാണ് ആക്ച്വലി 7 days കംപ്ലീറ്റ് ആവണം. അപ്പം 1 week കഴിയുമ്പോൾ പറയാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പുറത്തു പോയി എവിടെ ചെന്നപ്പോഴാണ്, ലോഞ്ചറിന് എന്തോ ആവശ്യത്തിന് വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴാണ് എനിക്ക് മെയിൽ വരുന്നത്, ഇങ്ങനെ സംഭവം മാറിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വീഡിയോസൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അയ്യോ, എനിക്കറിയില്ല. ഞാൻ അപ്പം തന്നെ മമ്മീനെ വിളിച്ചു പറഞ്ഞു, ഡിമ്പിളിനെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നമ്മുടെ ഫോൺ ഡേറ്റയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിലേ വരും. അപ്പോഴാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോ, അപ്പോഴത്തേന് എനിക്ക് തോന്നു വരുമ്പോഴത്തേനും എല്ലാം സെറ്റാക്കി വെക്കാൻ ഗവൺമെൻറ്റിലെ ലോഞ്ചിൽ പറഞ്ഞ് ഞാൻ പിന്നെയും വന്ന് അത് ബുദ്ധിമുട്ടാണ്, ഒരു മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, നീ കൊച്ചു ഹബ്ബിലിരിക്കുക, അത് കഴിഞ്ഞ് തോമനെ വിളിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ അവിടെ വൈഫൈ ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്തു, വീഡിയോ ഇട്ടു. നിങ്ങൾ തന്ന റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഉള്ളൊരു റെസ്പോൺസായിരുന്നു. നിങ്ങൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോഴും കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല, അത് വേറൊരു കാര്യം. ഒരു 99% ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് എടുത്ത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക ഒക്കെ ചെയ്തപ്പം എന്നെ ഈ ഒരാഴ്ചയും അന്വേഷിച്ചൊരു കുറേ പേരാണ് കേട്ടോ. അവരോടും അവർ തന്നെയാണ് എന്നെ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാത്ത 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ച് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ച് എനിക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ നാളെയാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ എന്താണ് പറയുക, പോയി സേഫായിട്ട് തിരിച്ചു വരാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഒരു ചെറിയൊരു ആശ്വാസം എന്ന് വെച്ച് നമ്മൾ ഫുള്ളി ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ കിഷ കാലാവധി കഴിഞ്ഞിട്ടില്ല, പരോളിൽ ഇറങ്ങിയിരിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെ വർത്താനം വാർത്തയും ഒന്നും ആരും തരില്ല, നേരെ ടാറ്റ ബൈ പറഞ്ഞ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ കുറേ പേര് പറഞ്ഞു വേറെ ചാനൽ തുടങ്ങിയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. ഞാനിങ്ങനെ മനസ്സിൽ പിള്ളേർക്ക് 2 പേർക്കും ചാനൽ തുടങ്ങണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, എനിക്ക് ചിലപ്പം ഇതൊരു പലരും പറഞ്ഞൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും, ചിലപ്പോൾ വേറൊരു ചാനൽ തുടങ്ങാനുള്ളൊരു ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതെനിക്ക് കയ്യിൽ ഇപ്പോഴും ഒരു 3 മാസം കഴിയാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഒരു ആശ്വാസം. ഇനി ഒരു 3 മാസം കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. ഇനിയിപ്പോൾ പിള്ളേരുടെ എന്തിട്ടാലും ഞാനത് ശ്രദ്ധിച്ചിടണം. പലരും പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യത്തിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വേറെ പല വൃത്തികേടുകളും നമ്മൾ ചുറ്റും കാണുന്നതാണ്. ആ സംഭവത്തിൽ വേറെ പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ കാണുന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സമയം അതായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒരു പണി കിട്ടണമായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് നല്ലോണം കിട്ടി. അപ്പോൾ അതിലും കുറച്ച് നെഗറ്റീവായിട്ടല്ല, അവർ കാര്യമായിട്ടും എനിക്കെന്തോ അത് ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ, ഇതൊന്നും സ്ഥിരമല്ല. പലരും അവരുടെ കരിയർ ഡ്രോപ്പ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് മാറിയ കുറേ പേരെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അതുകൊണ്ട് ഇതൊന്നും അല്ല ജീവിതം എന്ന് ആരും പറയണ്ട. പറഞ്ഞവരോടാണ് കേട്ടോ. ഇതും കൊണ്ട് എനിക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എനിക്കൊരു ഓഫീസിൽ പോയി ഇരുന്ന് ഒരു 9 to 8 hours വർക്ക് ചെയ്താൽ പോലും എനിക്ക് ചിലപ്പോൾ ഇങ്ങനൊരു പേയ്മെൻറ്റ് എനിക്ക് കിട്ടില്ല. അത് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്നും പോകണം, പഞ്ച് ചെയ്യണം, നമ്മൾ അവർ പറയുന്ന സമയത്ത് പോകണം, കാരണം അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം, പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതങ്ങനെ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടമുള്ളപ്പോൾ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അധികം നല്ലത് അതാണ്. എന്ത് പറഞ്ഞ പോലെ ഒന്നും ജോലിക്ക് പോയാലും ജോലി ശാശ്വതമല്ല. എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫീസുകളിലൊക്കെ ആൾക്കാരെ ലേ ഓഫ് അത് ഇതൊക്കെ ഉണ്ട്. അപ്പം ഒരു സ്ഥലവും നമുക്ക് ശാശ്വതമല്ല, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്കതൊരു തെറ്റായിട്ട് ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ അവരുടെ സൈഡിൽ അത് തെറ്റാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്നെ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു.
നമ്മൾ പറയത്തില്ല, നമ്മളത് വന്നു കഴിഞ്ഞാൽ ആ ഒരു വഴിയിലൂടെ പോകുമ്പോഴേ ആ വഴിയിൽ സഞ്ചരിച്ച ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അല്ലാതെ അപ്പുറത്തെ സന്തോഷമായിട്ടിരിക്കുന്നവരോട് നമ്മളിത് പോയി പറഞ്ഞാൽ അവർക്ക് അത് എത്രത്തോളം ഫീലാവും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോഷൻ മനസ്സിലാവുന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ കാര്യം തന്നെയാണ്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അതായത് അവരുടെ കാര്യം സാധിക്കാൻ മാക്സിമം നമ്മളെ അങ്ങ് ഇതാക്കും. പക്ഷെ അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പോലും അവർ ഓർക്കില്ല. അങ്ങനെ പലരും എൻ്റെ ഇത്രയും ഒരു 29 വർഷത്തിനിടയ്ക്ക് ഞാൻ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴും ഞാൻ മമ്മിയോടും നമ്മളോടും പറഞ്ഞത്, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. എൻ്റെ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ടീമുമായിട്ട് സംസാരിച്ച് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ എനിക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ മാക്സിമം ആരെയും ഇടപെടുത്താതിരിക്കും. കാരണം പിന്നെ നമ്മൾ അവരൊരു അപ്രോച്ച് മാറിയാൽ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് എനിക്കങ്ങനെയാണ്. ഞാൻ അവരുടെ ആവശ്യഘട്ടങ്ങളിൽ നിന്നു, പക്ഷെ ആ ആവശ്യം കഴിഞ്ഞ് അവരത് നേടിയെടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഓർക്കോ, നമ്മൾ വെറും ഒരു കരിവേപ്പിലായിട്ട് മാറാറുണ്ട്. ഞാൻ മാറിയിട്ടുണ്ട്, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം വരുമ്പം ഞാൻ മാക്സിമം അതിൽ ആരെയും ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കാൻ നോക്കും. അതായത് ഞാൻ നിനക്ക് അന്ന് ഇത് ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് നിനക്കത് അത് പറ്റിയതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സുണ്ടെങ്കിൽ ചെയ്തു തരും, അല്ലാണ്ട് ഒരവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയതുകൊണ്ട് കിട്ടിയതാന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ എന്നെ ഈ സമയത്ത് കൂടുതലും ചിയറപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റിലും. എൻ്റെ ഫാമിലിയാണ് കേട്ടോ. കാരണം പുറലോകത്തിനത് അറിയില്ല, എൻ്റെ അമ്മയ്ക്കറിയാം. മീൻസ് ഈ വീട്ടിലല്ലാണ്ട് പുറത്തറിയാവുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. പിന്നെ ഇവിടെ മമ്മിയായാലും ഡിമ്പിളായാലും ഓരോ ദിവസവും ഡിമ്പിൾ മെസ്സേജ് ചോദിക്കും, എന്താ ഐഡിയ വേണമെന്നൊക്കെ ചോദിക്കും. മമ്മിയായാലും അതിനുള്ള സപ്പോർട്ട്. മമ്മി വളരെ പോസിറ്റീവായിട്ടാണ് വേറെ ഡ്രീം കളക്ഷനിലെ വീഡിയോ ഇടുന്നത് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരു മൈൻഡ് അപ്പോൾ അത് സെറ്റ് അല്ലായിരുന്നു. സോ ഞാനത് വിട്ടതെന്നല്ല, പക്ഷെ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെ ബിസിനസ്സിൽ ഏർപ്പെടാൻ തുടങ്ങി. കാരണം നമുക്കൊരു സമയമുണ്ട്, അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, നമുക്ക് വിഷമം വരും. ഇപ്പം നമുക്കിഷ്ടമുള്ളവരോടെ നമുക്ക് മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ഒന്ന് കണ്ണ് നിറഞ്ഞൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു. കാരണം എനിക്ക് ആരെല്ലാമോ ആയിരുന്ന ആൾക്കാരിൽ ഞാൻ എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സന്തോഷം അത് ഷെയർ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റണില്ല. ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ആ ഒരു ഫേസ്ബുക്ക്, ഞാനൊരു പേജ് അത് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് തുടങ്ങിയ സമയം തൊട്ടുള്ളതാണ്. അതിൽ വീഡിയോസ് റെഗുലറായിട്ട് ഇടാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഡിവൈൻ ക്ലാര ഡോൺ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ പല ഇതിലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരുമായിരിക്കും. മീൻസ് നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ, ആദ്യം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഡെയിലി എടുക്കുന്ന വീഡിയോ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫേസ്ബുക്കൊക്കെ ഉള്ളവരാണ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്, അപ്പോൾ 2 വീഡിയോയും കാണാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അവിടെയും വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ ചാനൽ ഇത്രയും സ്ട്രൈക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്ന സ്ഥിതിക്ക് പിന്നെ പിള്ളേരെ കാണിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പിള്ളേർക്കായിട്ടുള്ള ചാനലാകുമ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പക്ഷെ ഉറപ്പില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. പല ഒപ്പീനിയൻസ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഓർത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ഒരേ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് ഒട്ടും ഒക്കെ ഒന്നും പാക്ക് ചെയ്യുക ഒന്നും ചെയ്തില്ല. കുറച്ച് മുമ്പാണ് ഒക്കെ പാക്ക് ചെയ്ത് ഒന്ന് സമാധാനത്തിൽ കുളിച്ച്. എനിക്കറിയത്തില്ല, 2-3 ദിവസം കൂടെ തലയിൽ താരൻ വരെ വന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആക്കില്ല, ഇങ്ങനെ ആക്കിയപ്പോൾ എന്തൊക്കെയോ തടയണു. ഞാൻ പറഞ്ഞത് നമ്മുടെ ബോഡി ഒന്നും ശ്രദ്ധിക്കാണ്ടായി. തലയൊക്കെ 2-3 ദിവസം നനച്ചിട്ട് അപ്പം ചൂട് കൂടി വിയർപ്പായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇന്നാണ് ഞാൻ വളരെ പീസ്ഫുള്ളി ഒന്ന് കുളിച്ച് സമാധാനത്തിലിരിക്കുന്ന കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വേഗം പാത്രം കഴുകി മാത്രം ഞാനവിടെ വെച്ചിട്ട് വന്നു. കാരണം പിള്ളേർ ഭയങ്കര വാശിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്യണം. അപ്പോൾ മമ്മി പറഞ്ഞു പാത്രം കഴുകി വെച്ചാൽ മതി, മമ്മി കഴുകിക്കൊള്ളാമെന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പോയില്ലെങ്കിൽ നമുക്കറിയാം ഒരാൾക്കത് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ ആൾ ചെയ്യാമെന്ന് പറയുമായിരിക്കും. മമ്മിയെ സംബന്ധിച്ച് മമ്മിക്ക് പാത്രം കഴുകുന്നത് അങ്ങനെ ഇഷ്ടമില്ല, പക്ഷെ ചെയ്യും, കണ്ടാൽ ചെയ്യും, അങ്ങനെയാണ്. പക്ഷെ അത് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മളത് കമ്പൽ ചെയ്ത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു മമ്മി ഞാൻ ജസ്റ്റ് ഒന്ന് കമത്തി വെക്കണതേ ഉള്ളൂ, മമ്മി ഒന്ന് എടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു.
അപ്പോൾ നാളെ രാവിലെ ഒരു 7 o'clock ആകുമ്പോൾ പോകണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എഴുന്നേൽക്കണം. പിള്ളേർക്കുള്ള ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. വെള്ളം, പാൽപ്പൊടി അങ്ങനെ ഒക്കെ ബാഗിനകത്ത് എടുത്ത് വെക്കണം. ബാക്കി നമ്മുടെ ലഗേജ് എല്ലാം റെഡിയാണ്. നാളെ ഇടാനുള്ള ഡ്രസ്സുകളടക്കം നമ്മൾ എടുത്തു വെച്ചു. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഡിംപ്ലും ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ. ശരിക്കും എനിക്കതൊന്ന് ഷേപ്പ് ചെയ്യണം കണ്ടോ. അത് ഇങ്ങനെ തൊളാസോ പോലെ ഇരിക്കുകയാണ്. ഒന്ന് ഷേപ്പ് ആവണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 450 രൂപയാണ് കേട്ടോ അതിന്. എല്ലാ കുർത്തകൾക്കും ഈ അനാർക്കലികൾക്കും അവിടെ 450 350 അങ്ങാണ്ടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നാളെ നമ്മൾ മൂന്നാർക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ട്രാവലറിലാണ്. പിള്ളേർക്ക് വലുതായി, അംഗസംഖ്യയൊക്കെ കൂടിയതുകൊണ്ട് നമ്മൾ വളരെ പീസ്ഫുള്ളി പോകാമെന്ന് വിചാരിച്ചിട്ട് ട്രാവലറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഒരു 7 to 7:30 ഇടയിൽ ഇറങ്ങണം. ഞാൻ ഇന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിക്കൂടെ, ഈ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ 7 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 8:30 ആവും. പോയിട്ട് എന്ത് ചെയ്യാനൊക്കെ. അപ്പം കാര്യങ്ങൾ മാക്സിമം സ്പീഡായി. ഇപ്പോൾ ട്രാവലറായതുകൊണ്ട് ഓടിക്കുന്ന ആൾ വേറെ ആളല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓളത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പ്ലാനും പദ്ധതിയും ഒന്നും അറിയില്ല. ഈ ചേട്ടന്മാരുടെ പരിപാടി പ്ലാൻ ചെയ്യലാണ്. ഞങ്ങൾ ഇനി നാളെ പെണ്ണുങ്ങൾ തമ്മിൽ കാണുമ്പോൾ വേണം എന്താണ് ഏതാണ്. ഞങ്ങളങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ല ഫ്രണ്ട്സുകൾ തമ്മിൽ. അതായത് അവരുടെ വൈഫ് ഞങ്ങളിങ്ങനെ ഒരു സർക്കിൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാറില്ല. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പം ഡിവൈനെ അല്ലെങ്കിൽ അതിരെ റോസ്മി ചേച്ചി അങ്ങനെ ഒരു ഹൈ ബൈ റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ബിസിയാണ്. ഇനിയിപ്പോൾ ഭാവിയിൽ ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ എന്താകുമെന്നൊന്നും അറിയില്ല. പിന്നെ നാളെ കണ്ടിട്ട് വേണം എന്താ മക്കളെ ഇവരുടെ ഉദ്ദേശം എന്ന് ചോദിക്കാനായിട്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഫ്രഷായി അല്ലെങ്കിൽ മൈൻഡ് ഫ്രീ ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ അടിപൊളി ലോക്ക് ബാംഗിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ടും അതുപോലെ തന്നെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ. ഇതൊക്കെ വേറെ പല എന്താ പറയുക 1 gram ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ 6000 7000 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. നമ്മളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കണത്. കുറേ പേര് നമ്മുടെ ആ വൈറ്റ് നെക്ലസ് ഇറങ്ങിയ സമയത്ത് ഞാനത് സ്ക്രീൻഷോട്ടൊക്കെ വെച്ച് കാണിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. 16,000 രൂപയുള്ള നെക്ലസ്സാണ് നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് ലോക്ക് ബാംഗിൾസ് വന്നിട്ടുണ്ട്. കുറച്ചധികം കളക്ഷൻസ് നമ്മൾ പ്ലെയിൻ വൈറ്റിലും വൈറ്റ് റൂബിയിലും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ ആഡ് ചെയ്യാം. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ബിസിനസ്സും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല ഡയമണ്ടിൻ്റെ ക്ലിപ്പ് ബാംഗിൾസ് അല്ലെങ്കിൽ ലോക്ക് ബാംഗിൾസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് അത് ഇഷ്ടമാവും. ഇനിയിപ്പോൾ സംഭവം ചൊവ്വാഴ്ച തൊട്ട് നോയമ്പാണെങ്കിലും അത് കഴിയുമ്പോൾ നോയമ്പ് വിടൽ, കല്യാണങ്ങൾ, ഈസ്റ്റർ, ആദ്യ കുർബാന അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേഗം ഓർഡർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിനും എന്നെ പേഴ്സണലിയും എന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മൂന്നാർ വ്ളോഗായിട്ട് വരാം കേട്ടോ. മൂന്നാർ വ്ളോഗ് എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രത്തോളം പോസിബിൾ ആകുന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് വീഡിയോ എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. നാളെ രാവിലെ ഡിംപിളും പാച്ചുവും എത്തും. ഇനിയിപ്പം അവരുടെ 2 ദിവസം അവർ പാച്ചുവിൻ്റെ ലോഗായിട്ട് അവർ ഡാഡിയും മമ്മിയും ഡിംപിളും പാച്ചുമായിട്ട് ഇരിക്കും. ഞങ്ങൾ മോസ്റ്റ്ലി നല്ല സൺഡേ നൈറ്റ് ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.